ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ IPL അടുത്ത സീസണിനായുള്ള ട്രേഡ് വിൻഡോയിൽ കളിക്കാരുടെ കൈമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. അടുത്ത IPLന് മുന്നോടിയായി ഒരു മിനി താരലേലമാണ് നടക്കുന്നത്. അതിനാൽ ടീമുകൾക്ക് ലേലത്തിൽ കൂടുതൽ ഓപ്ഷനുകൾ ലഭിക്കില്ല. കാരണം മിക്ക ഫ്രാഞ്ചൈസികളും നിലവിലെ സ്ക്വാഡിൽ നിന്ന് വളരെ കുറച്ച് കളിക്കാരെ മാത്രമേ റിലീസ് ചെയ്യാൻ സാധ്യതയുള്ളൂ. അതിനാൽ ട്രേഡിംഗ് വിൻഡോയിൽ മറ്റ് ഫ്രാഞ്ചൈസികളിൽ നിന്ന് കളിക്കാരെ വാങ്ങുക എന്നതാണ് ടീമുകളുടെ പ്രധാന പദ്ധതി. കളിക്കാരെ പരസ്പരം കൈമാറിയും പണം മാത്രം നൽകിയും ടീമിലേക്ക് കൊണ്ടുവരാനുള്ള അവസരമാണിത്. രാജസ്ഥാൻ റോയൽസിന്റെ അഗ്രസീവ് ഓപ്പണറും യുവ സൂപ്പർ താരവുമായ യശസ്വി ജയ്സ്വാളിനെ പല ടീമുകളും ഇപ്പോൾ നോട്ടമിടുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ റോയൽസ് കൈവിടാനുള്ള സാധ്യത തീരെ കുറവാണ്. എന്നാൽ 2026 ക്യാപ്റ്റൻസി നൽകാമെന്ന മോഹന വാഗ്ദാനം നൽകി ചില ഫ്രാഞ്ചൈസികൾ ജയ്സ്വാളിനെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചേക്കും. ആരൊക്കെയാണ് ഈ ഫ്രാഞ്ചൈസികളെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. IPLൽ ഇനിയും കിരീടഭാഗ്യമുണ്ടായിട്ടില്ലാത്ത ടീമുകളിലൊന്നായ ഡൽഹി ക്യാപിറ്റൽസാണ് യശസ്വി ജയ്സ്വാളിന് നായകസ്ഥാനം ഓഫർ ചെയ്തേക്കാവുന്ന ഒരു ടീം. ഇന്ത്യൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ അക്സർ പട്ടേലാണ് കഴിഞ്ഞ സീസണിൽ DCയെ നയിച്ചത്. നന്നായി തന്നെ സീസൺ ആരംഭിക്കാൻ അവർക്കായെങ്കിലും പിന്നീട് കാര്യങ്ങൾ കൈവിട്ടുപോയി. പ്ലേ ഓഫ് പോലും കാണാൻ സാധിക്കാതെ 5ാം സ്ഥാനത്താണ് DC ഫിനിഷ് ചെയ്തത്. ഓപ്പണിംഗും ക്യാപ്റ്റൻസിയുമായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ. ഓപ്പണിംഗിൽ പല കോമ്പിനേഷനുകളും അവർ പരീക്ഷിച്ചെങ്കിലും ക്ലിക്കായില്ല. ജയ്സ്വാളിനെ കൊണ്ടുവരാനായാൽ ഓപ്പണിംഗിലെ പ്രശ്നങ്ങൾ DCക്ക് പരിഹരിക്കാം. കൂടാതെ അക്സറിനെ മാറ്റി നായകസ്ഥാനവും അദ്ദേഹത്തെ ഏൽപ്പിക്കാവുന്നതാണ്. 3 തവണ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് യശസ്വി ജയ്സ്വാളിന് നായകസ്ഥാനം ഓഫർ ചെയ്യാനിടയുള്ള രണ്ടാമത്തെ ടീം. അജിങ്ക്യ രഹാനെയായിരുന്നു കഴിഞ്ഞ സീസണിൽ ടീമിനെ നയിച്ചത്. ബാറ്റിംഗിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിലും ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം നിരാശപ്പെടുത്തി. അതിനാൽ അടുത്ത സീസണിൽ പുതിയൊരു നായകനെ KKR ടീം നോട്ടമിടുകയാണ്. ക്യാപ്റ്റൻ മാത്രമല്ല, KKRന്റെ കഴിഞ്ഞ സീസണിലെ ഓപ്പണിംഗും പരാജയമായി മാറി. സുനിൽ നരീനൊപ്പം ആദ്യം ക്വിന്റൻ ഡിക്കോക്കിനെയും പിന്നീട് റഹ്മാനുള്ള ഗുർബാസിനെയും പരീക്ഷിച്ചെങ്കിലും 2 കോംബോയും ക്ലിക്കായില്ല. അതിനാൽ ജയ്സ്വാളിനെ സ്വന്തമാക്കാനായാൽ അടുത്ത സീസണിൽ KKRന്റെ ഓപ്പണിംഗ് ഗംഭീരമാകും. നരീനും ജയ്സ്വാളും ചേർന്നുള്ള ഓപ്പണിംഗ് ജോഡി എതിർ ടീമിന്റെ പേടി സ്വപ്നമായി മാറുമെന്നതിൽ സംശയമില്ല. ഈ ലിസ്റ്റിലെ 3ാമത്തെ ടീം ലഖ്നൌ സൂപ്പർ ജയന്റ്സ് ആണ്. ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ തുകയ്ക്ക് മെഗാലേലത്തിൽ വാങ്ങിയ ഋഷഭ് പന്താണ് കഴിഞ്ഞ സീസണിൽ LSGയെ നയിച്ചത്. പക്ഷേ ക്യാപ്റ്റൻസിയിലും ബാറ്റിംഗിലും ഇത്രയും വലിയ തുകയോട് നീതി പുലർത്താൻ അദ്ദേഹത്തിനായില്ല. ക്യാപ്റ്റൻസിയുടെയും വലിയ പ്രതിഫലത്തിന്റെയും സമ്മർദ്ദം ഋഷഭിനെ ബാധിക്കുകയും ചെയ്തു. സീസണിലെ അവസാന മത്സരത്തിൽ സെഞ്ചുറി അടിച്ചെങ്കിലും അദ്ദേഹം ആകെ നേടിയത് 269 റൺസാണ്. ജയ്സ്വാൾ ആവട്ടെ സമ്മർദ്ദഘട്ടങ്ങളിലാണ് പലപ്പോഴും ഏറ്റവും മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിനാൽ അടുത്ത സീസണിൽ അദ്ദേഹത്തെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ച ശേഷം ഋഷഭിനെ വെറും വിക്കറ്റ് കീപ്പറായി പരീക്ഷിച്ചാൽ അത് LSGക്ക് ഗുണം ചെയ്തേക്കും.